കമാൻഡോ ആക്രമണക്ഷമത വർദ്ധിപ്പിക്കാനായി മിനി സബ്മറൈനുകൾ മുതൽ ആക്രമണ ഡ്രോണുകൾ വരെ സ്വന്തമായുള്ള സർവസജ്ജമായ കമാൻഡോ സംഘങ്ങളാണ് ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങൾക്കും. കരസേനയ്ക്ക് 10 പാരാ സ്പെഷ്യൽ കമാൻഡോ യൂണിറ്റുകളും 5 എയർബോൺ പാരാ ബറ്റാലിയനുകളുമായി ഏകദേശം 620 സൈനികരുണ്ട്. വ്യോമസേനയ്ക്ക് 27 ഫ്ലൈറ്റുകളായി 1600 ഗരുഡ് കമാൻഡോകളും നാവികസേനയ്ക്ക് 1400 മാർക്കോസ് മറൈൻ കമാൻഡോകളും ഉണ്ട്. ഭാരതം തങ്ങളുടെ കമാൻഡോകളുടെ ആക്രമണക്ഷമത കഠിന പരിശീലനങ്ങളിലൂടെയും അത്യാധുനിക യുദ്ധോപകരണങ്ങളിലൂടെയും കാലാകാലം മെച്ചപ്പെടുത്തുകയാണ്. ഏത് അടിയന്തര സാഹചര്യങ്ങളിലും ഇന്ത്യൻ താൽപര്യങ്ങളെയും ഇന്ത്യൻ പൗരന്മാരെയും ലോകത്തെവിടെയും സംരക്ഷിക്കാൻ കെൽപ്പുള്ളവരാണ് ഇന്ത്യൻ കമാൻഡോകൾ. ശത്രു രാജ്യങ്ങളുടെ മണ്ണിൽ നിന്നും സ്വന്തം രാജ്യത്തിനുള്ളിലെ ആഭ്യന്തര തീവ്രവാദ വിരുദ്ധ നടപടികൾ കാര്യക്ഷമമായും വിജയകരമായും നടത്താൻ ഇന്ത്യയുടെ ഈ വീര സൈനികർക്ക് കഴിയും. സാധാരണ സൈനികരിൽ നിന്നും പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദീർഘകാലം പ്രത്യേക പരിശീലനം നടത്തിയാണ് കമാൻഡോകളെ സൃഷ്ടിക്കുന്നത്. ആധുനിക പരിശീലന മുറകൾ, പ്രത്യേക ആയുധങ്ങൾ, യുദ്ധോപകരണങ്ങൾ എന്നിവ കമാൻഡോകൾക്ക് നൽകി ഇന്ത്യൻ സേനകൾ ശക്തിപ്പെടുത്തുകയാണ് സർക്കാർ. ഭാവി വെല്ലുവിളികളെ നേരിടാൻ വെർച്വൽ റിയാലിറ്റി, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നീ സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇന്ന് ഇന്ത്യൻ സേനകളിലെ കമാൻഡോകൾക്ക് സാധിക്കും. ഇന്ത്യയുമായി സൈനിക സഹകരണം നടത്തുന്ന വിദേശ രാജ്യങ്ങളിലെ കമാൻഡോ സംഘങ്ങളുമായുള്ള സംയുക്ത പരിശീലനങ്ങളും പാശ്ചാത്യ സൈനിക തന്ത്രങ്ങൾ, യുദ്ധമുറകൾ, അത്യാധുനിക ആയുധങ്ങൾ, മറ്റ് യുദ്ധോപകരണങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാനുള്ള വിദഗ്ധ പരിശീലനവും ഇന്ത്യൻ സൈന്യത്തിന് സമയാനുസൃതമായി ലഭിക്കുന്നു. കര, കടൽ, ആകാശം എന്നിവയിൽ സംയുക്തമായി 3 സേനാ വിഭാഗങ്ങൾക്കും പരിശീലനം ലഭിക്കുന്നുണ്ട്. ഇതുപ്രകാരം സംയുക്ത സേനാ നീക്കങ്ങൾക്കും മറ്റ് സേനാ വിഭാഗങ്ങളുമായി സഹകരിച്ചും യുദ്ധസമയത്തും സമാധാന സമയത്തും നടത്തേണ്ട സൈനിക നടപടികൾക്ക് കൃത്യതയോടെയും കാര്യക്ഷമതയോടെയും നടത്താൻ ഓരോ സേനാ വിഭാഗങ്ങളിലെയും കമാൻഡോകൾക്ക് സാധിക്കുന്നു. കരയിലും കടലിലും സഞ്ചരിക്കാൻ കഴിയുന്ന ആംഫീബിയൻ വാഹനങ്ങൾ കമാൻഡോകൾക്കുണ്ട്. സ്പെഷ്യൽ ഫോഴ്സുകൾക്ക് വിവിധ തരത്തിലുള്ള പ്രത്യേക ആയുധങ്ങളുണ്ട്. ഫിന്നിഷ് നിർമ്മിത സാക്കോ ദീർഘദൂര സ്നൈപ്പർ റൈഫിലുകൾ, അമേരിക്കൻ നിർമ്മിത M4A1 കാർബൈനുകൾ, ഇസ്രായേലി ടാർ 21 ടാവോർ ആക്രമണ റൈഫിലുകൾ, സ്വീഡിഷ് നിർമ്മിത കാൾ ഗുസ്റ്റാഫ് ചെറു റോക്കറ്റ് ലോഞ്ചറുകൾ, റഷ്യൻ നിർമ്മിത VSS സപ്രസർ സ്നൈപ്പർ റൈഫിലുകൾ, ഇറ്റാലിയൻ ബറേറ്റ സൈലൻസർ പിസ്റ്റളുകൾ എന്നിവ അവയിൽ ചിലതാണ്. കൂടാതെ ഡേർട്ട് മോട്ടോർ സൈക്കിളുകൾ, ക്വാഡ് ബൈക്കുകൾ, റബ്ബർ ഡിങ്കികൾ, ചെറു ആക്രമണ ബോട്ടുകൾ, ഓൾ ടെറൈൻ വാഹനങ്ങൾ, പോളാരിസ് സ്പോർട്സ്മാൻ, JSW ഗെക്കോ അറ്റോർ, മഹീന്ദ്ര മേവ, അർമഡോ, മഹീന്ദ്ര മാർക്സ്മാൻ, കല്യാണി M4, അശോക് ലേലാൻഡ് സ്റ്റാലിയൻ എന്നിവയടങ്ങിയ ചില അത്യാധുനിക സൈനിക വാഹനങ്ങളും ഇന്ത്യൻ സേനകളും അവരുടെ കമാൻഡോ വിഭാഗങ്ങളും ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ചെറു ഡ്രോണുകൾ, റിമോട്ട് നിയന്ത്രിത വിമാനങ്ങൾ, നാനോ ഡ്രോണുകളും ഫ്ലിർ റഡാറുകളും, നിരീക്ഷണ ഹെലികോപ്റ്ററുകൾ, ജല ഡ്രോണുകൾ, റോബോട്ടിക് സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്ന വാഹനങ്ങൾ എന്നിവയും കമാൻഡോകൾക്കുണ്ട്. ആധുനിക ആശയവിനിമയ റേഡിയോകൾ, സാറ്റലൈറ്റ് ഫോണുകൾ, നിരീക്ഷണ ഉപഗ്രഹങ്ങൾ, വിമാനങ്ങൾ എന്നിവയും സേനകളെ ശക്തമാക്കുന്നു. എന്നാൽ ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡിന്റെ അഭാവം സംയുക്ത സേനാ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തെ ബാധിക്കുന്നു. എങ്കിലും സംയുക്ത സേനാ കമാൻഡിന്റെ നേതൃത്വത്തിൽ സേനകളുടെ ഏകോപനവും സഹകരണം, വിഭവങ്ങളുടെ പങ്കുവയ്ക്കൽ എന്നിവ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നു. അടുത്ത കാലത്ത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കരസേനയുടെ പാരാ കമാൻഡോസ്, നാവികസേനയുടെ മാർക്കോസ്, വ്യോമസേനയുടെ ഗരുഡ് കമാൻഡോസ് എന്നിവർ സംയുക്തമായി സഹകരിച്ച് മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തി. ഭാവിയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ സംയുക്ത സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് അത്യാവശ്യമാണ്.